రొట్టె కారం రంగు రుచి ఆచి కారం పొడి. അതാ മകരജ്യോതി ദൃശ്യമായി. ദീപാരാധന കഴിഞ്ഞു. 2 വട്ടം വളരെ വ്യക്തമായി മകരജ്യോതി ദൃശ്യമായി കഴിഞ്ഞു. ശങ്കരനാരായണ പുത്രനായി പിറന്ന് പന്തളം രാജകൊട്ടാരത്തിൽ 3ാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം. ആസക്തികളിൽ നിന്ന്, പരിഷ്കാരികളിൽ നിന്ന്, കാപഢ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ജ്ഞാനികൾ കാടും മലയും കയറുന്നു. ഒരു ഉത്ബോധത്തിന്റെ കരുത്തിൽ സ്വമേധ ബ്രാഹ്മണൻ എന്ന സമ്പന്നൻ എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയം കയറി സമാധിയായി പിന്നീട് സിദ്ധാർത്ഥനായി ജനിച്ചു. ശ്രീബുദ്ധനായി മാറിയെന്ന കഥ. കാമാസുരനെ പരാജയപ്പെടുത്താൻ ശ്രീബുദ്ധൻ സംസാരമലയിലേക്ക് പോയി. ആത്മശാന്തിക്ക് വേണ്ടി ഹിമാലയവും കുടജാദ്രി മലകളുമാണ് ശങ്കരാചാര്യർ തെരഞ്ഞെടുത്തത്. മോക്ഷത്തിന്റെ അർത്ഥം തേടിയാണ് നാഗാ കുന്നുകളിലും ശിവാലിക് മലനിരകളിലും ഗുരുനാനാക്ക് സഞ്ചരിച്ചത്. പീരുമേട് കുന്നുകളിലാണ് ശുഭാനന്ദ ഗുരുദേവൻ സായുജ്യം കണ്ടത്. പഴനി മലയിൽ മുരുകസ്വാമി സ്വസ്ഥത കണ്ടെത്തിയപ്പോൾ തൊട്ടടുത്ത മലയിൽ ഹിഡുംബൻ സ്വാമി താപസനായി. മോക്ഷപ്രാപ്തിയുടെ വഴികൾ തിരുവണ്ണാമലയിലിരുന്ന് രമണ മഹർഷി എണ്ണിപ്പറഞ്ഞു. വർക്കലയിൽ ശാരദാമഠം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു ആ കുന്നിനെ ശിവഗിരിയാക്കി മാറ്റി. മലകയറ്റം പന്തളം രാജകൊട്ടാരത്തിൽ 3ാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം.
പന്തളം രാജകൊട്ടാരത്തിൽ മൂന്നാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം. പന്തളം രാജകൊട്ടാരത്തിൽ മൂന്നാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം. తెరకొట్టే కారం రంగు రుచి ఆచి కారం పొడి.